സീറ്റ് ഈസിലി റിമൂവ് ചെയ്യാം. എന്നിട്ട് ടാങ്ക് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാങ്ക് അവിടെ ഫിറ്റ് ചെയ്ത് സീറ്റ്സ് അതിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്യാനാണെങ്കിൽ അത് അതേപോലെ തന്നെ ഫിറ്റായിരിക്കും. നിങ്ങൾക്ക് തന്നെ ഈസിലി ഇതുപോലെ ടാങ്കൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഇതിന് 2 ടാങ്ക് ഉണ്ട് എക്സ്ട്രാ കിട്ടുന്നത്. നമ്മളുടെ റെഡ് ടാങ്ക് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഒരു ഫുൾ ബോക്സിൻ്റെ അകത്ത് 3 ടാങ്ക് വരും. റെഡ്, ഒരു ലൈറ്റ് ഷിപ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രീൻ, പിന്നെ ഒരു ലൈറ്റ് ഗ്രേ, ഒരു വൈറ്റ് മിക്സ് ഗ്രേ എന്ന് തന്നെ പറയാം. ഇതിൻ്റെ എൻജിൻ്റെ സൈഡൊക്കെ വളരെയധികം അവർ ഡീറ്റെയിലിംഗ് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡൈകാസ്റ്റ് മെറ്റലാണ്. പിന്നെ ഇതിൽ കുറച്ചവർ പ്ലാസ്റ്റിക് മെറ്റീരിയലും ആഡ് ചെയ്തിട്ടുണ്ട്. ടെയിൽ ലൈറ്റൊക്കെ നിങ്ങൾ നോക്കിയേ, അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻജിനാണെങ്കിലും, പിന്നെ ക്ലാസിക് 350 എന്ന് എഴുതിയതാണെങ്കിലും, സീറ്റ്സ് ആണെങ്കിലും, ടാങ്ക്, ഹാൻഡിൽ ബാർ, മിറർ, ഹെഡ് ലൈറ്റ്സ്, ഫ്രണ്ടിൽ ആ റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ്, കാര്യങ്ങളെല്ലാം ഒരു